ചൊവ്വയിലെ പുരാതന തടാകത്തെക്കുറിച്ചുള്ള നാസയുടെ പുതിയ കണ്ടെത്തലുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നാസയുടെ പെർസെവറൻസ് റോവർ ചൊവ്വയിലെ ജെസറോ ക്രേറ്ററിൽ നടത്തിയ പര്യവേക്ഷണങ്ങൾ വളരെ നിർണായകമാണ്. തരംഗങ്ങൾ രൂപപ്പെടുത്തിയ തീരങ്ങളുടെയും ഉപരിതലജലം മാറ്റം വരുത്തിയ പാറകളുടെയും തെളിവുകളാണ് റോവർ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജെസറോ ക്രേറ്ററിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇവിടെ ജീവൻ നിലനിർത്താൻ സാധ്യതയുണ്ടായിരുന്ന കാലഘട്ടം മുമ്പ് കരുതിയതിലും കൂടുതൽ പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കണ്ടെത്തലുകൾ പറയുന്നത്. ജെസറോ ക്രേറ്ററിലെ മാർജിൻ യൂണിറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് പാറയും ജലവും തമ്മിലുള്ള ഭൂഗർഭ ഇടപെടലുകളുടെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയത്. ഈ കണ്ടെത്തലുകൾ ചൊവ്വയുടെ ഭൂതകാല കാലാവസ്ഥയെയും ആവാസവ്യവസ്ഥയെയും കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുന്നു. 2023-നും 2024-നും ഇടയിൽ പെർസെവറൻസ് റോവർ ഈ പ്രദേശം വിശദമായി പര്യവേക്ഷണം ചെയ്തു. ഇത് പാറയിൽ നിന്ന് ബീച്ചിലേക്കുള്ള മാറ്റം വെളിപ്പെടുത്തുന്നു. കാർബണേറ്റ് ധാതുക്കൾക്ക് ഭൂമിയിൽ ജൈവ തന്മാത്രകളെ സംരക്ഷിക്കാൻ കഴിയും. അതിനാൽ ഇവ ജീവാവശിഷ്ടങ്ങൾ തിരയുന്നതിൽ നിർണായകമാണ്. പാറകളുടെ ഉത്ഭവം സംബന്ധിച്ച് നടന്ന പഠനത്തിൽ ഇത് അഗ്നിപർവ്വത പാറകളാണെന്നും പിന്നീട് ഭൂഗർഭജലത്തിന്റെ സ്വാധീനത്താൽ മാറ്റം വന്നതാണെന്നും കണ്ടെത്തി. ഈ ഭൂഗർഭ ഹൈഡ്രോതെർമൽ പരിതസ്ഥിതി ഭൂമിയിലെ സൂക്ഷ്മാണുക്കൾക്ക് സമാനമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. മാർജിൻ യൂണിറ്റിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് തരംഗങ്ങളുടെ പ്രവർത്തനം സൂചിപ്പിക്കുന്ന മണൽക്കല്ലുകൾ കണ്ടെത്തിയത്. ഇത് ഒരു തീരപ്രദേശം ഉണ്ടായിരുന്നതിന്റെ സൂചന നൽകുന്നു. ജെസറോ തടാകത്തിലെ തരംഗങ്ങൾ പാറകളെ വൃത്താകൃതിയിലാക്കി തീരത്ത് മണൽ പോലെ നിക്ഷേപിച്ചതിന്റെ തെളിവുകളാണ് ഇത്. ഇത് ഒരു കാലത്ത് ഒരു ബീച്ചായിരുന്നു. ഈ കണ്ടെത്തലുകൾ ചൊവ്വയെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി.